ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വയനാട് നടന്ന ആ ഒരു വൻ ദുരന്തത്തിൽ ഇപ്പോഴും വളരെയധികം വിഷമിക്കുന്നവരാണല്ലേ നമ്മൾ മലയാളികൾ ഓരോരുത്തരും. എന്താ പറയുക, നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു നാശനഷ്ടം തന്നെയാണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം ഒരു നാടാണ് അവിടെ ഒലിച്ചു പോയിട്ടുള്ളതെന്ന് പറയുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ അപ്പുറമാണ് അവിടെ നടന്നിട്ടുള്ളൊരവസ്ഥ. നമ്മൾ ഈ വീഡിയോയിൽ ഇതിൽ കാണുന്നത് പോലെയല്ല അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും അപ്പുറമാണ് അവിടെ ഉള്ള ഒരു അവസ്ഥ എന്നാണ് അവിടെ പോയിട്ടുള്ള പല ആളുകളും നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത് അത്രമാത്രം അവിടുത്തെ ഒരു അവസ്ഥ അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. നമ്മുടെ ഇവിടെ നിന്നൊക്കെ പല ആളുകളും സഹായിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാഴ്ച നമ്മൾ ഫോണിൽ കാണുന്നതിനേക്കാളും വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയാണ് അവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ അത് അനുഭവിച്ചവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കിത് കണ്ടിട്ട് തന്നെ ഇത്രയും തരത്തിലുള്ള സഹിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ട ആളുകളുടെ അവസ്ഥ അല്ലെങ്കിൽ അത് അനുഭവിച്ച ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും ഭീകരമായിരിക്കും അല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് എന്തായാലും അത് അതിജീവിക്കാനൊരു മനസ്സ് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു അപകടത്തിൽ നമ്മുടെ 300-300-ലധികം ആളുകൾ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇനി ഒരുപാട് ആളുകൾ കിട്ടാനുണ്ട്. അവരൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടാൻ കഴിയട്ടെ അല്ലേ. ഉറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ആ ഒരു നാട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് സഹായങ്ങൾ അവരെ തേടി പോകുന്നുണ്ട്. നമ്മുടെ കേരളം വീണ്ടും ഒറ്റക്കെട്ടാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുന്ന ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. കുറേയധികം നമ്മൾ വിചാരിച്ചതിലധികം കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകളുടെ നല്ല മനസ്സ് കാരണം കുറേയധികം ഇനിയും ഒരുപാട് സാധനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെയ്തവർക്കൊക്കെ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും പറ്റുന്ന പോലെ എല്ലാവരും സഹായിക്കുക. എത്ര കിട്ടിയാലും അവിടെ മതിയാവില്ല എന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചിരിക്കുന്ന പല ആളുകളാണ് നമ്മൾ. ചിലപ്പോൾ എല്ലാവരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഉള്ള ആളുകൾ അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടു കേട്ടോ. ഒരു കുടുംബം, അതായത് ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാല് കുടിക്കാനുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്. ആ ഒരു പോസ്റ്റിന് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് കൂടിയിട്ടാണ് കണ്ടത്. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. എന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ലൈഫിലാണ് ഏറ്റവും വലിയൊരു പോരാളി എന്ന് നമ്മൾ വെറുതെ പറയില്ല, അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ കുട്ടികൾ എന്നുള്ള ഒരു ഇതാണ് പൊതുവേ എല്ലാവർക്കും ഉണ്ടാവുക. നമ്മുടെ കുട്ടികളെ കഴിച്ചിട്ടുള്ള ഈ ലോകത്ത് വേറെ ആരും അല്ലേ. അത് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എൻ്റെ ഭാര്യ റെഡിയാണ്, കുട്ടികൾക്ക് പാല് കൊടുക്കാനുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ മനസ്സ് അത് അത്രയും ഉയർന്ന ചിന്താഗതിയിലുള്ള ഒരു ഇത് കാരണമാണ് അവർക്ക് അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇടാൻ കഴിഞ്ഞത്. കാരണം തങ്ങളെ കൊണ്ട് മറ്റു രീതിയിലൊന്നും സഹായിക്കാൻ വയ്യ. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലെങ്കിലും നമുക്കൊരു സഹായം മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആ ഒരു പോസ്റ്റിനെ എല്ലാവരും വളരെയധികം പോസിറ്റീവായിട്ട് കണ്ടപ്പോൾ തന്നെ കുറച്ച് ആളുകൾ വളരെയധികം നെഗറ്റീവോട് കൂടിയിട്ട് ആ ഒരു കാര്യത്തെ സമീപിക്കേണ്ടായിട്ട് വളരെയധികം നെഗറ്റീവോട് കൂടിയിട്ട് പറയുകയുണ്ടായി. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് താഴെ എനിക്കും വേണം. ആ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് കലി തോന്നും അല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മറ്റുള്ളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ അല്ലേ, നമുക്ക് എന്തും പ്രതികരിക്കാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മറ്റു കാര്യത്തിലൊക്കെ നമ്മൾ പ്രതികരിക്കുന്ന പോലെയല്ല. ഇത് എന്താണ് അവർ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഇത്തരത്തിലൊരു കമൻറ്റ് ഇടണമെങ്കിൽ അയാളൊരു ചിന്താഗതി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. അത്രയും ദുഷിച്ചൊരു മനസ്സിൻ്റെ ഉടമ അല്ലേ. സ്വന്തം അമ്മയും പെങ്ങളെയും വീട്ടുകാരെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചങ്ങായി തന്നെയാണ്. അതുകൊണ്ടല്ല അയാളുടെ ആ ഒരു മൊത്തം വിചാരവും ഈ ഒരു ഇതിൽ അയാൾക്ക് പുറത്തു വന്നത്. അയാളെ ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം എന്തൊരു കാര്യത്തിനും വളരെയധികം നെഗറ്റീവും അല്ലെങ്കിൽ ബാഡ് കമൻസ് ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ് അല്ലേ. അത്തരത്തിലുള്ള കാര്യത്തിലാണ് ഇയാളിങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോക്ക് പിന്നാലെ ഇയാളിങ്ങനെ ബാഡ് കമൻറ്റ് ഇട്ട് വന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അധികം ആരും അതൊന്നും മൈൻഡ് ചെയ്യില്ല. കാരണം അതൊരു നടക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ട് എല്ലാവരും വിടും. പക്ഷേ ഇത്തരത്തിലൊരു പ്രവൃത്തി ഇതിന് പിന്നിൽ വന്നിട്ട് ഇയാളിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ അത് അയാൾ എന്തായാലും നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യം അയാൾക്ക് കിട്ടുക തന്നെ വേണം. അയാൾക്ക് ഒരു പേടി വേണം. അല്ലെങ്കിൽ ഇനി ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു പേടി വേണം. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റ് ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു കമൻ്റല്ലേ വായിച്ച് പോകും എന്നുള്ളതിനേക്കാൾ ഉപരി അതിനുള്ള അടി എനിക്ക് തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഇപ്പോൾ ഇയാളെ കണ്ടുപിടിച്ചിട്ട് നല്ലതായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറയാൻ കഴിയുന്നേട്ടാ. എന്നാലും ഇയാളൊരു ധൈര്യം സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ ഇത്തരത്തിലുള്ള മോശം കമൻറ്റൊക്കെ ഇടുന്ന ആളുകളുണ്ടല്ലോ, മിക്കവാറും ഫേക്ക് ഐ ഡി നിന്നിട്ടായിരുന്നു കമൻറ്റ് ഇടുക. ഇയാൾ സ്വന്തം ഐ ഡി നിന്നിട്ടാണ് കമൻറ്റ് ഇട്ടത്. കാരണം ഇയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അടി ഇയാൾക്ക് കിട്ടുമെന്ന്.
ഇയാൾ വിചാരിച്ചിട്ടുണ്ടാകും മറ്റാളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ അതിനെ അനുകൂലിക്കും, അല്ലെങ്കിൽ അതൊരു കമൻ്റ് അല്ലേ വെച്ചിട്ട് എല്ലാവരും ഒഴിവാക്കി വിടുന്നു. പക്ഷെ ഇത്തരത്തിൽ ഇയാൾ കണ്ടുപിടിച്ചിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ടല്ലോ, എന്തായാലും വളരെ നല്ലൊരു കാര്യം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള കമൻറ്റ് ഇടുന്നവർ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണം. എന്നാലാണ് നമുക്ക് നമ്മുടെ എന്ത് പറയുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയാൻ മറ്റുള്ള ആളുകൾക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പം ആ ഒരു കുടുംബത്തിൻ്റെ ഒരു മനസ്സ് കാരണമല്ല അവർ ഇത്തരത്തിൽ പറഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ കിട്ടാനുള്ള ശരിക്കും കുട്ടികൾ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നുണ്ട് കുട്ടികൾക്ക് അതൊരു പാല് കിട്ടുക എന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു കാര്യമാണ്. അതൊന്നും പറഞ്ഞറിയാൻ കഴിയില്ല. എല്ലാ അമ്മമാരും ഇങ്ങനെ തയ്യാറായത് വരില്ല. അപ്പോൾ അവരതിന് തയ്യാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ല മനസ്സിൻ്റെ ഒരു ഇത് തന്നെയാണ്. ഞങ്ങളെ കുട്ടികൾ വിശന്ന് കരയുന്നതാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്കറിയാം. അപ്പോൾ മറ്റുള്ള കുട്ടികൾ വിശന്ന് അതുപോലെ കരയരുത് എന്ന് വിചാരിച്ചിട്ടുള്ള അവരൊരു മനസ്സ് നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുടെ പിന്നിൽ ഇത്തരം മോശമായിട്ട് കമൻറ്റ് ഇടുന്നവരെ ഒരിക്കലും നമ്മൾ വെറുതെ വിടരുത്. അവർക്കായിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ വേണം. പിന്നീട് ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ അവരുടെ മനസ്സിലൊരു പേടി ഉണ്ടാവും.